നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് അവർ ഫൈനലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആത്മവിശ്വാസം കപ്പ് നേടുമെന്നുള്ളതിനുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അതൊരു ആധികാരിക ജയം തന്നെയായിരുന്നോ? എന്തെങ്കിലും ഘട്ടത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ആരൊക്കെയാണ് ഈ ടീമിനായി ഗോളുകൾ നേടിയത്? ഹരി, ഒട്ടും സമ്മർദ്ദമില്ലാതെ തന്നെ കേരള ടീം കളിച്ചു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കളി കാണുന്ന സമയത്ത് അത്രയേറെ ആധികാരികത ഗ്രൗണ്ടിൽ പുലർത്താൻ കേരള ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഗോളിയെ എടുത്തു പറയേണ്ടതാണ്. പല നീക്കങ്ങളും പല മുന്നേറ്റങ്ങളും എതിരാളികളായ അമ്യൂണിറ്റി CBSE സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ അവരുടെ ഗോളി തകർക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. 20-ാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോള് വരുന്നത്. ആ 20-ാം മിനിറ്റിൽ ആദ്യത്തെ ഗോൾ നേടിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് ആധികാരികമായി തന്നെയായിരുന്നു കേരളത്തിൻ്റെ കളി. ടെക്കലമ്പയാണ് ആദ്യ ഗോൾ നേടിയത്. 20-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടുന്നു. അതോടുകൂടെ തന്നെ കളി കേരളത്തിൻ്റെ കൈവശം പൂർണ്ണമായും കേരളത്തിൻ്റെ കൈവശം വന്നു. എതിർ ടീം സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. രണ്ടാമത്തെ ഗോൾ നേടിയത് അഷ്മിലാണ്. അങ്ങനെ 2 ഗോളുകൾക്ക് അവസാന നിമിഷങ്ങളിൽ പോലും കൂടുതൽ ഗോളുകളിലേക്ക് വരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നു, കളി കൂടിയായിരുന്നു ഈ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ആധികാരികമായ ഒരു ജയം സുബ്രതോ കപ്പിൽ വർഷങ്ങൾ കാത്തിരുന്ന ആ കപ്പിൽ അത്രയേറെ മനോഹരമായ ഒരു കളിയിലൂടെ അത്രയേറെ ആധികാരികമായുള്ള ഒരു വിജയത്തിലൂടെ കേരളം ചാമ്പ്യന്മാരായിരിക്കുന്നു, കോഴിക്കോട് ചാമ്പ്യന്മാരായിരിക്കുന്നു, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. ഹരി, അതോടൊപ്പം തന്നെ 2014 ഇതിനു മുൻപ് MSP ആണ് കേരളത്തിനായി ഫൈനലിൽ കളിക്കുന്നത്. അന്ന് കിരീടം നേടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ബ്രസീലിയൻ ടീമിനോട് അവർ തോറ്റു പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ഒരു കിരീടത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടും ഒരു തങ്കലിപികളാൽ കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേര് തങ്കലിപികളാൽ എഴുതി ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പേരും വാനോളം ഉയരുകയാണ്. ഒരു അഭിമാന നിമിഷം തന്നെയാണ് കേരളത്തിനല്ലേ? തീർച്ചയായും വലിയ അഭിമാന നിമിഷം എന്ന് പറയാം. 2012-ലും 2014-ലും ഇതേ മത്സരത്തിൽ സുബ്രതോ കപ്പ് നമുക്ക് അറിയാവുന്ന പോലെ സുബ്രതോ കപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്കൂൾ കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു ടൂർണമെൻ്റാണ്. അപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ആവേശത്തോടു കൂടെ തന്നെയാണ് എല്ലാ സ്കൂളുകളും പങ്കെടുക്കുന്നത്. സംസ്ഥാനത്താകട്ടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റവന്യൂ ജില്ല അങ്ങനെ തന്നെ മത്സരം നടത്തിയിട്ടാണ് സംസ്ഥാന തലത്തിൽ ഒരു മികച്ച ടീമിനെ കണ്ടെത്തി ആ ടീം ദേശീയ തലത്തിലെ മത്സരത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പുറമെ അന്തമാൻ, ലക്ഷദ്വീപ് തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുകൂടി ഈ ടീമംഗങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ എല്ലാ ടീമുകളെയും മറികടന്നുകൊണ്ട് അതിനൊപ്പം പറയേണ്ടത് ഈ മത്സരത്തിൽ ഈ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഏറ്റവും മികച്ച ആധികാരികമായി തന്നെ ഓരോ മത്സരവും ജയിച്ചു വന്നാണ് ഫൈനലിലേക്ക് കേരളം കിരീടം ചൂടിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ഷിത ജഗത്തും ദൃശ്യ പുതിയടത്തുമാണ് വിവരങ്ങൾ നൽകിയത്.